അപ്പോഴാണ് നമുക്ക് ഈ ബിസിനസിന്റെ ബേസ് കറക്റ്റ് ആവുന്നുണ്ടാവും. നമ്മള് സാധാരണ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പെരുക്ക പട്ടിക പഠിച്ചിട്ട് അത് അപ്പൊ എന്തിനാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറിയില്ല. പെരുക്ക പട്ടിക കാണാപാഠം പഠിക്കാൻ പറഞ്ഞു, പഠിച്ചു. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മളെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ 2x2 എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 4 പറയും. 5x5 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 നമ്മൾ പറയും. അങ്ങനെ പറയാൻ തക്കതായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പെരുക്കപ്പട്ടിക നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ എപ്പ ചോദിച്ചാലും, കാരണം ഇത് നമ്മുടെ ബിസിനസ്സാണ്. നമ്മളുടെ ബിസിനസ്സിലെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമാണ് നമുക്ക് വലിയൊരു എംപയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അതിലൂടെ കിട്ടിയിട്ടുള്ള ബിലീഫ് എത്രത്തോളം അതിനനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ബിലീഫ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ തോതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ ടീം മെമ്പേഴ്സ് ആഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. നിങ്ങളുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കിട്ടും, ഫീലിംഗ് കിട്ടുന്നുണ്ടായിരിക്കും, അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ മാസം നമ്മളുടെ ബാലു സാറ് നമ്മൾക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സ്പ്രേ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ സെഷൻ ഈ ഒരു മൊഡ്യൂളിൽ ഒറ്റ പ്രോഡക്റ്റിനെ കുറിച്ച് ഒറ്റ സെഷനാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് നോനി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചെയ്തത്.